കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കലൂർ PMLA കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്ത്. രേഖകളും മൊഴികളും പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താൻ മതിയായ തെളിവുകളെന്ന് കോടതി. കെ രാധാകൃഷ്ണനെയും AC മൊയ്തീനെയും വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമില്ലെന്നും കോടതി. ജിജീഷ് കരുണാകരൻ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിജീഷ്, കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ വളരെ നിർണായകമായ രേഖകളാണല്ലോ PMLA കോടതി വിശകലനം ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? രോഹിണി, കോടതി പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പരിശോധിച്ച തെളിവുകൾ അതിൽ തന്നെ പ്രഥമദൃഷ്ട്യാ കുറ്റങ്ങൾ നിലനിൽക്കുന്നത് ആണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഇവരെ വിചാരണ ചെയ്യുന്നതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഔദ്യോഗിക ജോലികളുടെ ഭാഗമായിട്ടല്ല ഈ കൃത്യങ്ങളൊന്നും തന്നെ ചെയ്തിരിക്കുന്നത്. കുറ്റകൃത്യം ഔദ്യോഗിക പദവിയുടെ ഭാഗമായി ചെയ്തതല്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി കോടതി നടത്തുകയും ചെയ്തു. മാത്രമല്ല, പ്രതികൾ ഉന്നയിക്കുന്ന വാദങ്ങളും പ്രതിരോധങ്ങളും എല്ലാം ഈ ഘട്ടത്തിലല്ല അത് പരിശോധിക്കേണ്ടത്, അത് വിചാരണ ഘട്ടത്തിലാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളും മൊഴികളും എല്ലാം തന്നെ അത് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താൻ മതിയായ തെളിവുകളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി തെളിവുകളും അനുബന്ധമായ രേഖകളും എല്ലാം തന്നെ സമർപ്പിച്ചിരുന്നു. നിരവധി പേജുകളുള്ള രേഖകളായിരുന്നു ഇത്തരത്തിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ രേഖകളെല്ലാം ഈ 28 പ്രതികൾക്കെതിരെയും കുറ്റം ചുമത്താൻ മതിയായത് തന്നെ എന്ന ഒരു വിലയിരുത്തലാണ് കോടതി പ്രധാനമായും നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ കുറ്റപത്രം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഘട്ടമാണ് അത് മിനി വിചാരണ എന്ന നിലയിൽ അത്തരത്തിൽ വിലയിരുത്തേണ്ടതില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പ്രതികളെല്ലാവരും തന്നെ 28 പ്രതികൾക്കും പ്രഥമദൃഷ്ട്യാ കുറ്റം തെളിയിക്കാനാണ് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തു എന്ന് വ്യക്തമായി എന്ന് കോടതി പറഞ്ഞതോടുകൂടി തന്നെ CPM വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരുന്നു. ഒപ്പം തന്നെ നേതാക്കൾ, അത് AC മൊയ്തീൻ ആണെങ്കിലും മുൻ മന്ത്രി, നിലവിലെ MLA ആണ്. ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ MP, മുൻ സ്പീക്കർ കൂടിയായ K രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ, CPMന്റെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അടക്കമുള്ള ആളുകളാണ് ഈ വിചാരണ നേരിടേണ്ടത് അല്ലെങ്കിൽ സമൻസുകൾ അയച്ച് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി കോടതി നിർദ്ദേശിക്കുകയും വിചാരണ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ, ഈ കോടതി ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത്. തെളിവുകൾ, രേഖകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയാണ് പരിശോധിച്ചപ്പോൾ എന്ന് കോടതി പറയുമ്പോൾ ശക്തമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച വാദങ്ങൾ, തെളിവുകൾ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് പാർട്ടി തലത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട്, സബ് കമ്മിറ്റികളും പാർലമെന്ററി കമ്മിറ്റികളും എല്ലാം തന്നെ ലോണുകൾ പാസ്സാക്കുന്നതിന് പ്രത്യേകമായി രൂപീകരിച്ചിരുന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കമ്മിറ്റികളെല്ലാം തന്നെ രൂപീകരിച്ചിരുന്നത്. അവർ തീരുമാനിക്കുന്ന ആളുകൾക്ക്, ഈ സബ് കമ്മിറ്റികളും പാർലമെന്ററി കമ്മിറ്റികളും എല്ലാം തന്നെ തീരുമാനിക്കുന്ന ആളുകൾക്കായിരുന്നു ലോണുകൾ അനുവദിച്ച് നൽകിയിരുന്നത്. അങ്ങനെ കൃത്യമായി തന്നെയുള്ള ഇടപെടലിൽ ജില്ലാ സെക്രട്ടറിമാർ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർട്ടി തലത്തിലും നടത്തിയെന്ന് വ്യക്തമാകുന്നു. അതിന്റെ തെളിവുകൾ ഏറ്റവും പ്രധാനമാണ്. ആ തെളിവുകൾ സ്വീകരിക്കാവുന്നതാണ് എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, ശരി ജിജീഷ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കലൂർ PMLA കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. രേഖകളും മൊഴികളും പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ തന്നെയെന്നാണ് കോടതി വിലയിരുത്തുന്നത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.